എല്ലാവർക്കും എൻ്റെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ക്രോസ് പീസ് കട്ട് ചെയ്ത് എങ്ങനെയാണ് ബ്ലൗസ് ജോയിൻറ്റ് ചെയ്യാമെന്നാണ്. എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ കട്ട് ചെയ്യാനായിട്ട് ബാക്കി വന്ന പീസ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ ഇതിനെ ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ചരിവ് വന്ന ഭാഗത്തിനെ ഒന്നിൻ്റെ മീതെ ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഈ ഭാഗത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 പീസാണ് എടുത്തിട്ടുള്ളത്. ബ്ലൗസ് വണ്ണം കുറവായതുകൊണ്ടാണ് 3 പീസ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഇതുപോലെ ലെവലിൽ വെട്ടി കൊടുക്കണം. ഇവിടെയും അതുപോലെ വെട്ടി കൊടുക്കുക. ഇനി ബ്ലൗസിൽ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബ്ലൗസ് പീസ് എടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഇടതു ഭാഗത്തിൽ നിന്നും ഈ പീസിൻ്റെ എൻഡ് ഇതുപോലെ വെച്ച് ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് മടക്കി കൊടുക്കണം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വളഞ്ഞു വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പുറകുവശത്ത് വരാൻ കണക്കാക്കി പുറകിലോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഈ വളവ് വരുന്ന ഭാഗത്തും ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടുത്തെ വളവ് വരുന്ന ഭാഗത്തും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഈ തയ്യൽ തുമ്പ് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പുറകിലോട്ടാക്കി കൊടുക്കണം. ഇവിടുത്തെ ഈ വളവിലും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം ഈ എൻഡിൽ നിന്നും ഇതുപോലെ പീസ് ഇതുപോലെ മടക്കുക. ഒരു 1/2 ഇഞ്ചിന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിലായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. സെൻറ്റർ ഭാഗത്ത് പതുക്കെ സൂക്ഷിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് സെൻറ്ററിലായിട്ട് തന്നെ സ്റ്റിച്ച് വിടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ ഇവിടുത്തെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ എൻഡ് വരെ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹെമ്മിങ് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കറക്റ്റായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാനിവിടെ ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹെമ്മിങ് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നെക്ക്. ആവശ്യമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്കിന് ചുറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.